What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Psalms 87. Caleb will read and we will read it responsively. Verses 7, we will read it together. He has founded his city on the holy mountain. The Lord loves the gates of Zion more than all the other dwelling places of Jacob. Glorious things are said of you, city of God. I shall mention Rahab and Babylon among those who know me. Behold, Philistia and Tyre with Ethiopia, this one was born there. Indeed, of Zion it will be said, this one and that one were born in her, and the Most High himself will be established in her. The Lord will count when he registered the people, this one was born there. Next verse we'll read together. Then those who sing as well as those who play the flute shall say, all my springs of joy are in you. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ നമ്മുടെ കർത്താവിനെ ഒന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ഇന്ന് പകലിൽ ആമേൻ സന്തോഷത്തോടെ നമുക്കൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം എൻ്റെ കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ആനന്ദത്തിന്റെ ഉറവിടം ആമേൻ എൻ്റെ കർത്താവാണെന്ന് പറയാൻ കഴിയുന്നവരെ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവമല്ലാതെ എനിക്കൊരു നന്മയില്ലെന്ന് പറയാൻ കഴിയുന്നവർ ഈ ആലയത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ ദൈവമല്ലാതെ എനിക്ക് മറ്റൊരു നന്മയില്ല. എൻ്റെ സന്തോഷത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ ജീവന്റെ ഉറവിടം എൻ്റെ കർത്താവാണ്. എൻ്റെ ആനന്ദം എൻ്റെ കർത്താവാണ്. ആമേൻ. എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ജീവൻ തന്ന കർത്താവാണ് എനിക്കെല്ലാം എന്ന് ഇന്ന് പകൽ ഉറപ്പോടെ പറയാൻ കഴിയുന്നവർ ആ വിശുദ്ധ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. യെസ് ലോർഡ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ നെഹമ്യാവിനോടും കൂട്ടരോടും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞതുപോലെ ആമേൻ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവമാണ് എല്ലാം. ആമേൻ. അവനല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല. ഇന്ന് പകൽ അവനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു കാലം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ഒരവസരം കൂടെ ദൈവം തന്നുവല്ലോ. Extend my greetings to all in the name of our Lord and Savior Jesus Christ. God has given us one more opportunity, one more day to come into the presence of the Lord to worship Him. Amen. Praise the Lord. The Lord has done good things in our life. Amen. I mean, that's why we are here. We were traveling last 2 weeks, almost 2 weeks. And thank you, church, for praying for us and upholding us in our journey. And we went to Philadelphia for Joel's engagement, and it went well. And Joel went back to Kerala. Joel നാട്ടിൽ കടന്നു ചെന്നു. ക്ഷേമത്തോടെ ആയിരിക്കുന്നു. ചർച്ചിനെ greetings അറിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. Continue to pray for Joel, and his wedding will be on June 19th in Kerala. So പ്രാർത്ഥനയോടുകൂടെ പ്രൈസ് ലോർഡ് ആ വിഷയത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും യാത്രയിലായിരുന്നു. പ്രിയ ജോസ് ചാന, ജെസി ആൻറ്റി, ജോഷ് and Feba, Chris, and they were in India.
went for Josh's wedding, and we watched it online. And congratulations in person one more time. Continue to pray for Feba and Joshനെയും ഫേബയും അവരുടെ കുടുംബജീവിതത്തിലേക്ക് കർത്താവ് നയിച്ചിരിക്കുകയാണ്. മുമ്പോട്ടുള്ള യാത്രകളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു. കർത്താവ് നിങ്ങൾ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. Chris was not feeling well, and look at the new hairstyle. Amen. Praise the Lord. And he's happy here. And കർത്താവ് കൊടുത്ത വിടുതലായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Nehemiah was not feeling well on our journey, so we had to take a couple of unexpected stops. Praise the Lord. But God has been so good to us. പിതാവും മാതാവും ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ കർത്താവ് അവസരം തന്നു. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ യാത്രയായിരുന്നപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, അന്വേഷിച്ചവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ചിങ്ങുൻചാൻ തങ്കമാമ they traveled and they came back safely. കോശിങ്ങൾ ആൻഡ് മേഴ്സി ആൻറ്റി ഞാൻ പോകുന്നതിന് മുമ്പേ സ്തോത്രം അവർ യാത്രയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വന്നെന്ന് എനിക്കറിയാം. സ്തോത്രം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. I want to recognize some people here this morning, those who are joined with us. Brother Sunil John Kora and his family with his wife, Sister Rani, right? And their cousin Hannah. They are joining with us this morning. We welcome you to the Sharon Fellowship Church of Houston. God bless you. It will be a great blessing for you and us. And we know that Brother Sunil Kaura, he is a business advisor with the South Park Funeral Home, and he also want to share with us, about that some of his business matters, and we will do that after the service. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ അലക്സ് ഉഡിച്ചാനെയും പ്രിയ ലീലമാമയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ നോർത്ത് സൈഡിൽ വി സ്റ്റാർട്ടഡ് എബ്രഹാം മാർക്കോസ് പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു സൺഡേ ഈവനിങ് നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സ്തോത്രം. അവിടെ പാർത്ത് സത്യം പബ്ലിക്കേഷൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുകയും ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുന്ന പ്രിയ അലക്സ് ഉട്ടിച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആ ദേശത്ത് ഒരു ലജ്ജയും കൂടാതെ വേണം എല്ലാവർക്കും ട്രാക്റ്റുകൾ കൊടുക്കുകയും കർത്താവിൻ്റെ സാക്ഷിയായി തീരുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ അലക്സ് ഉട്ടിച്ചാൻ. കർത്താവിന് ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഹ്യൂസ്റ്റൺ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സർവീസ് നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണം. എബ്രഹാം മാർക്കോസ് പാസ്റ്റർ നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ബട്ട് ഐ ഹേർഡ് ദാറ്റ് ഹി വിൽ ബി കമ്മിങ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത്. സോ കണ്ടിന്യൂ ടു പ്രേ ഫോർ പാസ്റ്റർ എബ്രഹാം മാർക്കോസ് ആസ് വെൽ. കർത്താവിൻ്റെ ദാസനെയും ഇന്ന് പകലിൽ സ്തോത്രം കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രത്യേക ഒരു പ്രാർത്ഥനാ വിഷയം പ്രിയ പ്രസാദ് പാസ്റ്റർ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് പ്രിയ ജോർജിമൻ പാസ്റ്ററിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് പ്രിയ Sister Annema Varghese, 92 years. She went to be with the Lord last week. അതിൻ്റെ ഫ്യൂണറൽ ഈ 16th നടക്കുന്നത്. അവർ കടക്കാമൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ മെമ്പേഴ്സാണ്. സ്തോത്രം. ആ കുടുംബത്തെ വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ ഓർത്ത്, പ്രസാദ് പാസ്റ്ററിനെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഇന്ന് പകലിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്ന് നമ്മുടെ സർവീസുകൾ വേഗത്തിൽ മുൻപോട്ട് പോകണമല്ലോ. സാംസ് 87 ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. Psalms 87 that we can see there, it's talking about, we all, are the citizens. In here in this earth, some of our citizens of USA and some of our citizens of India still, right? But here, this psalm is talking about the privilege of the citizenship in heaven. Praise the Lord. In Zion or Jerusalem, the citizens of Jerusalem. ആലയത്തിലേക്ക്, യെരുശലേമിലേക്ക്, ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തിലേക്ക് പോകാൻ വേണ്ടി വോളണ്ടിയർ ആയിട്ട് തീരുമാനമെടുത്ത ഒരു കൂട്ടരെ നമ്മൾ ഇന്ന് പകലിൽ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു. They were not mentioned anywhere. Their names is not mentioned anywhere, but they took a decision. Nehemiah chapter 11 verses 1, 2, 3 and 4. They took a decision voluntarily to go to Jerusalem and to worship the Lord. We can see that Mount Zion or Jerusalem, God has laid the foundation. And God said, the Lord loves the gate of Zion. That shows, it's the gateway of worshiping the Lord, right? The gate of Zion, those who are feet are at the gate of Zion. They are so happy.
ഞങ്ങളുടെ കാലുകൾ ആമേൻ യെരൂശലേമിന്റെ വാതിലിനകത്തിരിക്കുകയാ, പടിവാതിൽക്കകത്ത് നിൽക്കുകയാ. We are so very happy to worship the Lord. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് യെരൂശലേമിലേക്ക് പോകുന്ന ദൈവജനം പറയുന്നത്. Praise the Lord. They don't get much time or every Sunday to go to Jerusalem, but whenever they get a chance, they celebrate it. Amen. We have the opportunity to come to the church every Sunday. Amen. Right? As I say, or sometimes we find excuses not to come, but I thank the Lord that God has brought us this morning together. But whenever they come, they came with a happy face. Right? Praise the Lord. അവർ വന്നത് സന്തോഷമുള്ള ചിരിച്ച മുഖത്തോടാ വന്നത്. Praise the Lord. They came to worship the Lord with a happy face. God said, I am very happy about the gates of Zion more than all other dwelling places of Jacob. Praise the Lord. ദൈവം പറയാ, ഞാൻ സന്തോഷിക്കുന്ന എവിടെയെന്നറിയാമോ? എൻ്റെ ജനം ഒന്നിച്ച് ആരാധിക്കുന്ന കൂട്ടമുണ്ടല്ലോ. ആമേൻ ഹല്ലേലൂയ. എൻ്റെ നാമത്തെ ഉയർത്തുന്ന ആമേൻ ആ ഭവനമുണ്ടല്ലോ, ആ സഭയുണ്ടല്ലോ. That is what my heart desires. ദൈവം പറയാ, അതാ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്, അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ഈ ആലയത്തിന്റെ നടുവിൽ നമ്മെ നോക്കി സന്തോഷിക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നാം ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ സന്തോഷിക്കുന്ന ഒരു കർത്താവുണ്ട്. You can see there how the people, those who are citizens of Mount Zion, അവരെങ്ങനെയാണ് സ്തോത്രം യെരൂശലേമിലെ അല്ലെങ്കിൽ സിയോനിലെ സ്തോത്രം സിറ്റിസൻസ് ആയെന്ന് അവിടെ പറയുന്നുണ്ട്. They were not a privileged people. അവർ privileged അല്ലായിരുന്നു. Right? They were foreigners. They were, outcasted people. They were outnumbered people. But the word of God says they become the citizens of Zion. Praise the Lord. The foreigners, they become the Zion. ഇവിടെ പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. Amen. Hallelujah. We were not citizens of the eternity in heaven, but we were foreigners. But I thank the Lord for Jesus Christ. Hallelujah. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നതുകൊണ്ട്, നമുക്ക് അവന്റെ രക്തം മുഴുവനും ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുത്ത് അവന്റെ രാജ്യത്തിലാക്കിയത് കൊണ്ട് ഇന്ന് പകൽ സന്തോഷമുള്ള കർത്താവിന് സ്തോത്രം ചെയ്യണം കേട്ടോ. വചനം പറയുന്നത് ഇങ്ങനെ, അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു നാം, എന്നാൽ അവന്റെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി, ഒരു രാജകീയ വംശമായി, വിശുദ്ധ ജനമായി നമ്മെ വേർതിരിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഇന്ന് പകലിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് അവസാനത്തെ വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. The spring of joy. Hallelujah. Oh, my spring of joy are in you. Amen. ഇന്ന് പകൽ എന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവം ഫോറിനർ എന്നുള്ള എൻ്റെ മേലെഴുത്തിനെ മാറ്റിയിട്ട്, പാപി എന്നുള്ള എൻ്റെ മേലെഴുത്തിനെ മാറ്റിയിട്ട്, അതിക്രമക്കാരൻ എന്നുള്ള എൻ്റെ മേലെഴുത്തിനെ മാറ്റിയിട്ട് എൻ്റെ മകനെന്നോ എൻ്റെ മകളെന്നും ആക്കി തീർത്തത് കൊണ്ട് ഇന്ന് പകലിൽ പറയുക, മറ്റൊന്നിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നില്ല, മറ്റൊന്നും എനിക്ക് സന്തോഷം തരികയില്ല. ഇന്ന് പകലിൽ my joy that I found in Christ the Lord. Hallelujah. ഇന്ന് പകൽ അത് നമുക്ക് പറയണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയണം, ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്. എനിക്കറിയാം നമ്മുടെ വർഷിപ്പ് ടൈം സോങ്സ് പാടിയത് വളരെ കുറച്ച്, ആരാധിച്ചത് വളരെ കുറച്ചാന്ന് എനിക്കറിയാം. ഒന്ന് രണ്ട് ഗാനം കൂടെ പാടണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയതാ. ഒരിക്കലും തിരിച്ചു വരുമെന്ന് നനച്ചതല്ല. എന്നാൽ ദയ തോന്നി എന്നോട് ദൈവം കരുണ കാണിച്ചത് കൊണ്ട് ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞ് കുറ്റം മാത്രം പറഞ്ഞപ്പോഴോ നീ മാത്രമാണ് എന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽ സന്തോഷമുള്ളവർ മൗനമായിരിക്കരുത്. ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തിട്ട് പറയണം, ദയതോന്നി എന്നോട് കരുണ കാണിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയണം, എൻ്റെ സന്തോഷം നീയാണ്, എൻ്റെ ആനന്ദം നീയാണ്. ലോകത്തിൽ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലോ അതൊന്നും നമുക്ക് സന്തോഷം തരത്തില്ല. സന്തോഷം തന്നാലും that might be for a moment. Hallelujah. All the worldly pleasures that might give you happiness or joy for a moment, for a little while. But let me tell you, but God can give you an eternal joy and a pleasure this morning. If you believe, come
Come on, raise your hand and give glory to God and say, God, all my joy I found in you. Amen. What a friend we have in Jesus. All my graves to bear, all my fears, all my griefs to bear. What a privilege to carry everything to the Lord in prayer. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഏതു വിഷയമാണെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒഴിഞ്ഞ കൈയായിട്ട് നമ്മെ വിടാതെ വേണം നമ്മോട് കരുണ കാണിക്കുന്ന ഒരു നല്ല സ്നേഹിതന്റെ പക്കലായി ഇന്ന് പകലിൽ വന്നിരിക്കുന്നത്. പലരും നമ്മെ കണ്ടിട്ട് മുഖം മറച്ചു കളഞ്ഞാലോ ഇന്ന് പകലിലും നമ്മൾക്ക് നേരെ അവന്റെ മുഖം മറച്ചു കളയാതെ നമ്മോട് കരുണ കാണിക്കുന്ന ആ ദൈവ സ്നേഹത്തിൽ ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. All the springs of my joy are in you. ഇന്ന് പകൽ ആലയം വിട്ടു പോകുമ്പോൾ നമുക്കത് പറയാം, എൻ്റെ സന്തോഷം എൻ്റെ കർത്താവാണ്, എൻ്റെ ആനന്ദം എൻ്റെ കർത്താവാണ്. ഇന്ന് പകൽ കർത്താവ് നമ്മൾ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാമല്ലോ. Before I call the worship team, I want to separate some time for a testimony and a prayer request or praise report. Praise Lord. ആർക്കെങ്കിലും പ്രത്യേക സാക്ഷ്യവാചകങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രൈസ് റിപ്പോർട്ടുകൾ പറയാനുണ്ടെങ്കിൽ സ്വതന്ത്രം 1-2 മിനിറ്റുകൾ വേഗത്തിൽ അത് പറയാനുള്ള സമയമുണ്ട്. If anybody have a praise report or prayer request, please raise your hand. ഇല്ല എങ്കിൽ I want to give some time to greet the church. അല്ല സുട്ടിച്ചാൻ 1-2 മിനിറ്റ് ചർച്ചിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ അമ്മാമയ്ക്ക്. Praise, if anybody want to take 1 or 2 minutes to greet the church, I want to separate the time for that. Anybody? Praise the Lord. Sutichan, do you want to take 1 or 2 minutes? Yes. You want to come forward, Chan? Yeah, Mike. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തു